ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങളുടെ ജീവിതം മാറാത്തതിൻ്റെ കാരണം ദൈവം മൗനം പാലിക്കുന്നതാണോ? അതോ ദൈവം ഇതിനകം തന്ന ഉത്തരം നൽകിയിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണോ? ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിചിത്രമായി തോന്നാം. കാരണം നമ്മളിൽ പലരും വർഷങ്ങളായി പറയുന്ന ഒരു വാക്കുണ്ട്: ഞാൻ ദൈവത്തെ കാത്തിരിക്കുകയാണ്. ദൈവം ഒരു വാതിൽ തുറക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കും. ദൈവം വീണ്ടും സംസാരിക്കട്ടെ, ഒരു അടയാളം കൂടി കിട്ടിയാൽ ഞാൻ അനുസരിക്കും. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നത് മറ്റൊന്നാണ്. ഞാൻ പറഞ്ഞത് നീ ചെയ്തോ? പുറപ്പാട് 14 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇസ്രായേൽ ജനങ്ങൾ മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോൻ്റെ സൈന്യം. അവർ ദൈവത്തോട് നിലവിളിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ മറുപടി എന്തായിരുന്നു? നിങ്ങൾ എന്തിനെന്നോട് നിലവിളിക്കുന്നു? മുന്നോട്ട് പോകുവിൻ. അവർ ദൈവം പ്രവർത്തിക്കുമെന്ന് ആഗ്രഹിച്ചു, എന്നാൽ ദൈവം അവരുടെ ആദ്യ ചുവടിനായി കാത്തിരുന്നു. ഇന്നും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്? അതിലൊന്നാമത്തെ കാര്യമാണ്, ദൈവം പറഞ്ഞത് നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ അനുസരിക്കുന്നില്ല. നമ്മുടെ പ്രശ്നം വിവരം കുറയുന്നതല്ല, അനുസരണക്കുറവാണ്. ഒരാളോട് ക്ഷമിക്കണമെന്ന് ദൈവം പലതവണ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറയുന്നു, കർത്താവെ, ഒരു അടയാളം കൂടി തരണം. ദൈവം പറയുന്നു, ഞാൻ ഇതിനകം പറഞ്ഞതല്ലേ. ഒരു പക്ഷേ ഒരു തെറ്റായ ബന്ധം അവസാനിപ്പിക്കണമെന്ന് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷയിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ദൈവമേ, ഉറപ്പാണോ? യാക്കോബ് 1 അധ്യായം 22 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വചനം കേൾക്കുന്നവരായി മാത്രം ഇരിക്കാതെ അത് ചെയ്യുന്നവരായി ഇരിക്കുവിൻ. ഇതിൽ മനസ്സിലാക്കുന്നത് എന്തെന്നാൽ, വചനം കേട്ട് അനുസരിക്കാത്തവർ ഒടുവിൽ സ്വയം വഞ്ചിക്കപ്പെടുന്നു. രണ്ടാമതായി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ വിശ്വാസത്തെക്കാൾ ഉറപ്പിനെയാണ് അന്വേഷിക്കുന്നത്. നമ്മൾ പറയുന്നു, എല്ലാം വ്യക്തമായാൽ ഞാൻ മുന്നോട്ട് പോകാം. പക്ഷേ വിശ്വാസം അങ്ങനെ പ്രവർത്തിക്കില്ല. മത്തായി 14 പത്രോസിനോട് യേശു പറഞ്ഞ ഒരു വാക്കു മാത്രം, വരിക. യേശു കടലിൻ്റെ ആഴം വിശദീകരിച്ചില്ല. തിരമാല എപ്പോൾ ശാന്തമാകുമെന്ന് പറഞ്ഞില്ല. വെള്ളത്തിന്മീതെ എങ്ങനെ നടക്കണം എന്ന് പഠിപ്പിച്ചില്ല. ഒരു വാക്ക് മാത്രം, വരിക. പത്രോസ് ആ വാക്ക് വിശ്വസിച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചു. വിശ്വാസം എന്നത് മുഴുവൻ വഴി കാണുന്നതല്ല, അടുത്ത ചുവടിന് വേണ്ട വെളിച്ചം ലഭിക്കുന്നതാണ്. എബ്രായർ 11:6 ഇപ്രകാരം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. അത്ഭുതം പലപ്പോഴും ആദ്യ ചുവടിന് ശേഷമാണ് ആരംഭിക്കുന്നത്, മുമ്പല്ല. മൂന്നാമതായി ഞാൻ മനസ്സിലാക്കിയ കാര്യം, അനുസരണം ആവശ്യമായ കാര്യങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ പറയുന്നു, ദൈവമേ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറ്റണമേ. പക്ഷേ ഞാൻ മാറാൻ തയ്യാറല്ല. ദൈവമേ, എൻ്റെ വിവാഹ ജീവിതം അനുഗ്രഹമാക്കണമേ. പക്ഷേ ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല. ദൈവമേ, സമാധാനം തരണമേ. പക്ഷേ ഉത്കണ്ഠ വിടുന്നില്ല. ദൈവമേ, എന്നെ ആത്മാർത്ഥമായി വളർത്തണമേ. പക്ഷേ ബൈബിൾ തുറക്കുന്നില്ല. പ്രാർത്ഥന ശക്തമുള്ളതാണ്, പക്ഷേ പ്രാർത്ഥന ഒരിക്കലും അനുസരണത്തിന് പകരമല്ല. രണ്ടും ഒരുമിച്ച് നടക്കണം. കാർ നീങ്ങണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റിയറിംഗ് പിടിക്കണം. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും. നാലാമതായി ഞാനിവിടെ പറയുന്നത്, ഭയം നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഭയം പലപ്പോഴും സത്യസന്ധമായി വരുന്നില്ല, അത് ജ്ഞാനത്തിൻ്റെ മുഖംമൂടി ധരിച്ചാണ് വരുന്നത്. ഇനി കുറച്ച് സമയം നോക്കാം, ഇപ്പോൾ ശരിയായ സമയമല്ല, കുറച്ചുകൂടി ചിന്തിക്കട്ടെ, ചിലപ്പോൾ അത് ശരിയായേക്കാം. പക്ഷേ പലപ്പോഴും അത് ഭയമാണ്. മത്തായി 25 പറയുന്ന, താലന്ത് ലഭിച്ച ദാസൻ എന്തുകൊണ്ടാണ് അത് മണ്ണിൽ കുഴിച്ചിട്ടത്? അവന് കഴിവില്ലാതിരുന്നതിനാലല്ല, ഭയം അതുള്ളതുകൊണ്ടായിരുന്നു. ഭയം അവനെ അനുഗ്രഹത്തിൽ നിന്നും അകറ്റി. 2 തിമോഥെയോസ് 1:7 പറയുന്നു, ഭയത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഭയം ചോദിക്കുന്നു, ഞാൻ പരാജയപ്പെട്ടാൽ എന്താകും? വിശ്വാസം ചോദിക്കുന്നു, ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്താകും? അപ്പോൾ നമ്മൾ എപ്പോഴും വിശ്വാസത്തിൻ്റെ കൂടെയല്ലേ ഉറച്ചു നിൽക്കേണ്ടത്? അഞ്ചാമതായി, വീണ്ടും വീണ്ടും ദൈവത്തോട് അടയാളങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കരുത്. ചില സമയത്തിന് ശേഷം കൂടുതൽ അടയാളങ്ങൾ ചോദിക്കുന്നത് ജ്ഞാനമല്ല, അത് അനുഗ്രഹങ്ങളെ നശിപ്പിക്കുകയാണ്.
സങ്കീർത്തനങ്ങൾ 119:5 ഇപ്രകാരം പറയുന്നു: അങ്ങയുടെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് വെളിച്ചവും ആകുന്നു. ശ്രദ്ധിക്കുക, വചനം പറയുന്നു ദീപം, ഫെഡ്ലൈറ്റ് അല്ല. ഒരു ദീപം അടുത്ത ചുവടിനു വേണ്ട വെളിച്ചം മാത്രമാണ് നൽകുന്നത്. അതാണ് ദൈവത്തിൻ്റെ മാർഗം. ഒരു സമയം, ഒരു ചുവട്. ഓരോ ചുവടിലും ദൈവത്തിൻ്റെ കൂടുതൽ ആശ്രയിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ദൈവത്തോട് ചോദിക്കുന്നു, കർത്താവേ, ഇനിയും എന്താണ് അറിയേണ്ടത് എന്ന് ചോദിക്കുന്നതിന് പകരം, കർത്താവെ, അങ്ങ് ഇതിനകം കാണിച്ചു തന്നതിൽ ഞാൻ ഇതുവരെ അനുസരിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കൂ. അത് എഴുതി വയ്ക്കൂ, അതിനുവേണ്ടി പ്രാർത്ഥിക്കൂ. പിന്നെ 10 ചുവടുകൾ വേണ്ട, ഒരു ചുവട് മാത്രം, ഒരു ഫോൺ കോൾ മാത്രം, ഒരു ക്ഷമാപണം, ഒരു തീരുമാനമെടുക്കൽ, ഒരു പ്രാർത്ഥന, 1 മണിക്കൂർ ബൈബിൾ വായന, ഒരു അനുസരണം. അതിലൂടെയാണ് ദൈവം വലിയ വാതിലുകൾ തുറക്കുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്ന മുന്നേറ്റം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അത്ഭുതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത അനുസരണത്തിൻ്റെ മറ്റു വശം കാത്തിരിക്കുകയായിരിക്കാം. ദൈവം നിങ്ങളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുകയല്ല, നിങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറാകുകയാണ്. ഇന്നും മറ്റൊരു അടയാളത്തിനായി കാത്തിരിക്കരുത്. ഭയം മാറിയ ശേഷം അനുസരിക്കാമെന്ന് പറയരുത്. ഇന്ന് തന്നെ വിശ്വാസത്തോടെ ആദ്യ ചുവട് വയ്ക്കുക. കാരണം അനുസരണം ആരംഭിക്കുന്നിടത്താണ് അനുഗ്രഹം ആരംഭിക്കുന്നത്. ദൈവം ഇതിനകം സംസാരിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ അവിടുന്ന് കാത്തിരിക്കുന്നത് നിങ്ങളുടെ പ്രതികരണത്തിനാണ്. ഭയം മാറ്റിവെക്കൂ, പ്രതികരിക്കൂ, ആദ്യ ചുവടുകൾ എടുത്തു വയ്ക്കൂ. ദൈവം നിങ്ങളെ അതിസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.